ഹലോ ഗൈസ്. അപ്പോൾ അങ്ങനെ കുറേ ആഴ്ചത്തെ പ്ലാനിങ്ങിന് ശേഷം നമ്മൾ കൊട്ടിയൂർ പോകാൻ റെഡി ആയിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ വരുന്നു അമ്മയുടെ ഒരു വിളി. കൊട്ടിയൂരല്ല, നമ്മൾ കൊല്ലൂർ മൂകാംബികയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഒരു ദിവസം കൊണ്ട് പ്ലാൻ മൊത്തം മാറി. ഇതേ നമ്മൾ മൂകാംബികയിലേക്ക്. അപ്പോൾ വെൽക്കം ടു കൊല്ലൂർ ജേർണി പാർട്ട് 1. ചിലവൊക്കെ വീഡിയോന്റെ അവസാനം പറയാം. അപ്പോൾ കുറച്ച് ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്തതാ ഞാൻ ഇറങ്ങി. തലേ ദിവസം തന്നെ കറണ്ട് ബുക്കിംഗിൽ മത്സ്യഗന്ധ എക്സ്പ്രസ് ഒപ്പിച്ചു. ബന്ദിയോടൊന്ന് മാംഗ്ലൂർ പോകാൻ KSRTC പിടിച്ചു. ബസ്സിൽ സ്ത്രീകൾക്ക് ഫ്രീ സർവീസ് ആയതുകൊണ്ട് തിരക്കെന്ന് വിചാരിച്ച്. പക്ഷെ ഞാൻ കയറിയ ബസ്സിൽ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ട്രെയിൻ സമയം 12:45. ഇപ്പൊ സമയം 11:45 എന്റെ കൂടെ വരാനിരുന്ന ലോഹിത് ഇതുവരെ എത്തിയിട്ടില്ല. ഞാൻ അവനെയും കാത്ത് പോസ്റ്റായി. ഒടുവിൽ കക്ഷി എത്തി. പിന്നെ ജ്യോതിയിൽ ഇറങ്ങി ബസ് പിടിച്ചു സെൻട്രൽ സ്റ്റേഷനിലേക്ക്. ഇപ്പൊ സമയം 12:30. വെറും 15 മിനിറ്റ് മാത്രം ബാക്കി. ട്രെയിൻ മിസ്സാവുമെന്ന് ഉറപ്പായി. പ്ലാറ്റ്ഫോം 4ലേക്ക് ഒരൊറ്റ ഓട്ടമായിരുന്നു ഗൈസ്. കറക്റ്റ് 5 മിനിറ്റ് ബാക്കി ഇരിക്കുമ്പോൾ ട്രെയിൻ പിടിച്ചു. ട്രെയിൻ കൃത്യസമയത്ത് തന്നെ എടുത്തു. പക്ഷേ ഉടുപ്പി എത്തുന്ന മുമ്പ് എവിടെയോ കിടക്കുന്നു. ട്രെയിൻ എവിടെയോ ബ്ലോക്കായി. ഒരു 30 മിനിറ്റ് ഒക്കെ ലേറ്റ്. അങ്ങനെ ഉടുപ്പി സ്റ്റേഷൻ എത്തുമ്പോൾ വൈകുന്നേരം 3 മണി. അത് കഴിഞ്ഞ് നല്ല ഭംഗിയുള്ള പാടശേഖരങ്ങളും കാഴ്ചകളും ഒക്കെ കണ്ടു. കൂടെ ട്രെയിനിലെ ചില അപരിചിതരായ കുറച്ച് ആളുകളുടെ നല്ല വർത്താനങ്ങളും. അങ്ങനെ നമ്മൾ ബൈന്ദൂർ എത്തി. ഇവിടെ ട്രെയിൻ എത്തിയ സമയം 4:10. വെൽക്കം ടു ബൈന്ദൂർ. ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് എന്നൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. എങ്ങോട്ടാ പോകേണ്ടെന്ന് ഒരു വലിയ ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ തമാശക്ക് ലോഹിതിനോട് പറഞ്ഞു, ഇപ്പൊ മൂകാംബിക അമ്മ വന്ന് നമുക്ക് വഴി കാണിച്ചു തരുമെന്ന്. അത്ഭുതം എന്ന് പറയട്ടെ, ദൂരത്ത് ഒരു മുത്തശ്ശി ചിരിച്ചോട് നടന്നു വരുന്നു. എങ്ങോട്ടാ എന്ന് എന്റെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു മൂകാംബികയിലേക്ക്. ഉടനെ ആ മുത്തശ്ശി തൊഴുതു പിടിച്ചിട്ട് ആ വഴിയിൽ പോയിക്കോളൂ, അപ്പൊ അവിടെ ബസ് കിട്ടുമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു നിമിഷം രോമാഞ്ചം വന്നു. അത് ശരിക്കും അമ്മ തന്നെയാണ്. അങ്ങനെ നടന്ന് ജംഗ്ഷനിലെത്തിയതും വരുന്നു ഒരു ബസ്. കൊല്ലൂർ എന്ന് വിളിച്ചു കൂവുന്നു. ഞങ്ങൾ ഒരൊറ്റ ചാട്ടത്തിൽ ബസ്സിൽ കയറി. ഭാഗ്യത്തിന് സീറ്റും ഒപ്പിച്ച്. ബൈന്ദൂരിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് കൊല്ലൂരിലേക്ക് ബസ് സ്റ്റാൻഡിലെത്തിയത്. ഇനി വേണം റൂം കണ്ടുപിടിക്കാൻ. നടന്ന് കാല് കടത്തു. നോക്കുന്നിടത്തെല്ലാം റൂംസ് ഇല്ല, ഹൗസ്ഫുൾ ആണ്. ദൈവമേ, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും?